മുത്തുനബി അവിടെന്ന് പറഞ്ഞു, രണ്ട് വിഭാഗം, രണ്ട് പാപങ്ങൾ ആരുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ, ഏത് വീടിന്റെ അകത്താണോ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പെട്ടെന്ന് പടച്ചവന് പെട്ടെന്ന് ചിലര് മരിച്ചു പോകുമല്ലോ. നിന്ന നിപ്പിന് വീണ് ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, മാരക രോഗമില്ല, ഒന്നുമില്ല, പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നല്ലോ. ആയുസ് കുറഞ്ഞു പോയല്ലോ, ചെറുപ്പത്തിലെ മരിച്ചു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി പറയുന്ന സ്വഹാബാ, ഏതെങ്കിലും വീട്ടിൽ രണ്ട് പാപം ചെയ്താ, പാപം ചെയ്യുന്നവരുണ്ടോ, ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. രണ്ട് തെറ്റുകൾ ഏത് വീട്ടിനകത്താണോ നടക്കുന്നത്, വീട്ടുകാരന്റെ ആയുസ് കുറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, അള്ളാഹ് കാക്കുമാറാകട്ടെ. വീട്ടുകാരന്റെ ആയുസ് കുറഞ്ഞു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്താ തെറ്റ്? ഏതാ ഈ രണ്ട് പാപം? ഏതാ? ഒന്ന്, ഹറാമായ പണം ഏത് മനുഷ്യന്റെ വീട്ടിലുണ്ടോ ഓന്റെ കാര്യം തീരുമാനമായി. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തേ പേടിയാവണ രാമ്യം പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഏത് പണം? എവനെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് പണം മതി, അല്ലേ? ഹറാമായ പണം, പലിശപ്പണം, പറ്റിച്ചുണ്ടാക്കിയത്, പിടിച്ചുപറിച്ചത്, അല്ലേ? കള്ളത്തരങ്ങളിലൂടെ സമ്പാദിച്ചത് എല്ലാം പോകും. അവന് ഉപകാരപ്പെടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര പേരുടെ കഥ നമുക്കറിയാം. പെട്ടെന്ന് പണക്കാരാകും, പെട്ടെന്ന് അങ്ങോട്ട് വരും, അറബി യത്തീംഖാനയിലാക്കും, അൽഹംദുലില്ലാ, അടങ്കലോടെ കൊണ്ടുവരും, പക്ഷേ അടങ്കലോടെ പോകും. ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മാത്രമേ വാഴത്തുള്ളൂ. നിങ്ങൾ എത്ര ചരിത്രമാണെങ്കിലും നിങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചുണ്ടാക്കിയതാണോ? എൻ്റെ പൊന്നാര ചങ്ങാതി, കുറച്ചാൾ ഉപകാരപ്പെടും, പിന്നെ പോകും. സാർ പോകുമ്പോൾ അടങ്കലോടെ എന്ന് പറഞ്ഞാൽ നിന്നെ യത്തീംഖാനയിലാക്കിയിട്ടേ പോകത്തുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ എന്നെ പറയും, 5 ബസ് ഉണ്ടായിരുന്നവന് 2 ലോറി ഉണ്ടായിരുന്നു, വീടിൻ്റെ മുന്നിൽ ആനയുണ്ടായിരുന്നു. ഇപ്പം ആന പോയിട്ട് ഒരാട് പോലും ഇല്ല, വീടും വരെ പോയി. ഇവിടെ നേരെ ചൊവ്വ ജീവിച്ചിരുന്നെങ്കിൽ ആ കിടപ്പാടെങ്കിലും ഉണ്ടായേനെ. കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പണക്കാരനാകും, നിധി കിട്ടിയതുപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് ആകും, ആളുന്നെത്തി അണയും. അള്ളാഹു കാക്കുമാറാകട്ടെ. പെട്ടെന്നാളും പെട്ടെന്ന് അണയും. അതുപോലെ തന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അള്ളാഹു പെട്ടെന്ന് പൊക്കുമ്പോൾ ആലോചിച്ചോണം, പൊങ്ങുന്നതിനനുസരിച്ച് വീഴ്ചയുടെ ആഴവും കൂടും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുക. ഹറാമായ പണം ഏത് വീട്ടിലാണോ സൂക്ഷിക്കുന്നത്, അള്ളാഹു അവരുടെ ആയുസ് കുറയ്ക്കും. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. പലരും പലിശയും ഇതുമായി ഒക്കെ ബന്ധപ്പെട്ടു പോയവരുണ്ട്. നമ്മൾ ചോദിക്കും, ഉസ്താദ് അപ്പം എന്ത് ചെയ്യുക? അപ്പം ലോൺ എടുക്കണ്ടേ? വീട് വെക്കണമെങ്കിൽ പലിശക്ക് പണയം വെക്കണ്ടേ? അല്ലെ, എന്താ വഴി? എന്താ കൊണ്ട് വിൽക്കണോടാ ചങ്ങാതി? കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ഇരിക്കുക, ആഴ്ചയില്ല മാസത്തെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക, അവിടെ ഇരിക്കുക. എൻ്റെ വീട്ടിലോട്ട് പോണ വഴിയിൽ 2 നിലയുള്ളൊരു വീടുണ്ട്. അതിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വിൽക്കായിട്ടിരിക്കുക, ബാങ്ക് 60 ലക്ഷം രൂപയാ ലോൺ. പലിശ കയറി വീട് വിൽക്കാൻ വിട്ടിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചാടി അങ്ങോട്ട് കയറും. നമുക്ക് പെട്ടെന്ന് ധൃതി, അംബാനിയുടെ ഇളയ മോനായതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കണം. ധൃതി അത് ശൈത്താന്റെ സ്വഭാവമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ധൃതി ആരുടെ സ്വഭാവമാണ്? ആരുടെ സ്വഭാവമാണ്? ഏതാ? നല്ല കാര്യത്തിനല്ല, ചിലതിൽ ധൃതി കാണിക്കണം. അതിൽ നമ്മൾ കാണിക്കൂല. നമുക്ക് ധൃതിയാണ്. പലിശക്കെടുത്തിട്ടാണെങ്കിലും പണയം വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഒന്നും എന്ത് ചിന്തിച്ചു നോക്കിക്കേ. മരിച്ചുപോയ എന്ത് ചെയ്യും മനുഷ്യ? എടുത്ത് നമ്മുടെ സഹോദരൻ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട്, ഉസ്താദേ ഉപ്പ മരണപ്പെട്ടു പോയി, നമ്മുടെ ഇവിടെ അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കാം, ഇവിടെ നമ്മുടെ പള്ളിക്ക് വേണ്ടി പൈസ എന്നവരാ. അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ഗൾഫിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആകെ ഒരു വിഷമം എന്തെന്നറിയോ? അദ്ദേഹത്തിന് ഒരു പണയമോ ലോണം കണ്ടുണ്ടായിരുന്ന നാട്ടിൽ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു.
പടച്ചോനെ എനിക്കിങ്ങനെ ഉണ്ടല്ലോ, എന്ത് അദ്ദേഹത്തിൻ്റെ മരുമകൻ പെട്ടെന്ന് കുറച്ച് പൈസ എവിടെ നിൽക്കോ മറിച്ചു പെട്ടെന്ന് കൊണ്ടുപോയി അദ്ദേഹത്തെ ആ പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിക്കും, നമ്മളിത് ഓളത്തിലങ്ങോട്ട് എടുക്കും, പക്ഷെ നമ്മൾ കബറി കിടക്കാൻ പറ്റുമോ? നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ സിറാജ് ഉസ്താദെ കയറി കിടക്കാൻ ഒരു വീടില്ല, ഞാൻ എന്ത് ചെയ്യും? പഞ്ചായത്തിൽ നിന്ന് കിട്ടൂല ഒരിക്കലും മെമ്പർ. ഇതിപ്പോൾ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഒരു മസ്തല ചോദിച്ചു ഒരാൾ എൻ്റെ അടുത്ത്. ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദെ നമ്മുടെ പള്ളിയിലെ ഖത്തീബ്, അതിന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദെ നമ്മുടെ പള്ളിയിലെ ഈ ലോണിട്ട് വണ്ടി എടുത്ത ഒരു മനുഷ്യൻ, ലോണ് ആദ്യം കൊടുക്കാനുള്ള ചോദ്യം ചോദിച്ചേ, എൻ്റെ പള്ളിയിലെ ഖത്തീബ് വണ്ടി ലോണിട്ടാ എടുത്തിരിക്കണേ, ലോണ് പലിശയല്ലേ, ഓൻ്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാവുന്നു. ഞാൻ വെടി കൊണ്ടത് പോലെ ഇരിക്കുക, എന്താ പറയാ, ഞാൻ എന്താ മറുപടി പറയാ? അദ്ദേഹം കട്ടയ്ക്ക് നിൽക്കുക, എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ പള്ളിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാര ബീവേ, ഇപ്പം ഇവിടുത്തെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പൈസ എല്ലാം കൂടെ കൊണ്ട് ഒറ്റയടിക്ക് കൊടുത്തിട്ട് വണ്ടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉള്ളവനും കൊടുക്കാൻ പറ്റൂല, പിടി വീഴില്ലേ, അയാളേക്കുക മോഡിയെ പേടിയുണ്ട്, അള്ളാനെ പേടിയില്ലേ? ഒരൊറ്റ ചോദ്യം, നിനക്ക് അള്ളാനെ പേടിയില്ല, മോഡി എന്ത്? എടാ നീ എന്തിനാ കള്ളത്തരം കാണിക്കുന്ന? ടാക്സ് 25 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കണം, നീ എന്തിനാ 25 ലക്ഷം നീ കൊണ്ട് കൊടു? ഇല്ല ഉസ്താദെ, ഒറ്റയടിക്ക് ഇന്ത്യൻ ടാക്സ് പിടിക്കും. അള്ള പിടിക്കുന്നതിനെ കുറിച്ച് നിനക്ക് പേടിയില്ല, എന്തിനാ കള്ളത്തരം കാണിക്കണം? കൊടുക്കണം. എന്തുകൊണ്ട്? അപ്പൊ ഞാനിങ്ങനെ ന്യായീകരിക്കാൻ നോക്കാം, എന്തെങ്കിലും പറയണ്ടേ? ഈ മനുഷ്യനെ വിടണില്ല. അദ്ദേഹം പിന്നെയും, അപ്പം ഞാൻ പറഞ്ഞു, ചില പാവപ്പെട്ടവരല്ലേ, ചെറിയ വണ്ടിയൊക്കെ 3-4 ലക്ഷം. ഉസ്താദെ പൈസ ഇല്ലാത്തവൻ എന്തിനാ 25 ലക്ഷത്തിൻ്റെ വണ്ടി എടുക്കണ? ചെറുതെടുത്താൽ പോരെ? അടുത്ത ചോദ്യം, ഉസ്താദ് എടുത്തിരിക്കണ വണ്ടി ഏതോ കൂടിയ വണ്ടിയാ. അവസാനം ഇദ്ദേഹം എന്നെ വിടുന്നില്ല. അവസാനം ഉസ്താദ് മസല പറഞ്ഞാൽ മതി, ഉരുളണ്ടെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ? ഞാൻ മസല പറഞ്ഞു കൊടുത്തു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ സിറാജ് ഉസ്താദ് ഇപ്പോൾ ഒരു വണ്ടി എടുക്കണം, ലോണിട്ട് എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറ, നിങ്ങൾക്ക് പേടിയുണ്ടോ? സിറാജ് ഉസ്താദ് വഴുതു പറയാൻ വരുന്ന വണ്ടി ലോണിന്റെ വണ്ടി വരും. ഉസ്താദ് പ്രസംഗിക്കാൻ വന്ന് സ്റ്റേജിൽ കയറി എന്നിട്ട് ഹറാമാണ്, ഹറാമാണ്, പലിശയാണ്, ഉപയോഗിക്കരുത്, എഴുതുന്നവനും കൂട്ടുനിൽക്കുന്നവനും സർവരും നരകത്തിലാണ്. ഉസ്താദ് പറഞ്ഞ് ദുആ ചെയ്തു പോയി. ഉസ്താദ് വന്ന വണ്ടി ഏതാ? ഉസ്താദ് വന്ന വണ്ടി ഏതാ? ലോൺ എടുത്ത് അല്ലാഹു കാക്കുമാറാകട്ടെ. എനിക്കൊരു ലോൺ ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം ഒരു വണ്ടി എടുത്തപ്പോൾ ലോൺ ഉണ്ടായിരുന്നു. അള്ളാഹുവേ, അന്നത്തോടു കൂടി ഞാൻ കൊണ്ട് ഇതായിരിക്കണം സുൽവി, അപ്പോഴേ കൊണ്ട് ഒരാളെ ചോദിച്ചോ ചോദ്യം, മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി. ശരിയല്ലേ അള്ളാ, കൊണ്ടുപോയി. ഞാൻ മനസ്സിലാക്കി 6 ലക്ഷം രൂപ എങ്ങാണ്ട് ലോൺ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാ, അവിടെ ചെന്നപ്പോഴത്തേക്ക് കിട്ടാനുള്ള പലിശ മൊത്തവൻ ആദ്യം എടുത്തിരിക്കുക. ഇനി ആകെ 25,000 രൂപയും കൂടെ ഉള്ളൂ. അവസാനം അടച്ചു തീർത്തു, കടം പേടിച്ചിട്ടാണെങ്കിലും. കാരണം നമ്മൾ ചിന്തിക്ക്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ അപ്പം ലോൺ എടുക്കണ്ട. ഞാൻ പറഞ്ഞത് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പൈസ ഉണ്ടെങ്കിൽ ടാക്സ് കൊടുക്ക്. 1000 രൂപ 1 ലക്ഷത്തിനില്ലേ? എന്തുവാണ് നിങ്ങൾ പേടിച്ചിരിക്കണേ? 1 ലക്ഷത്തിന് 1000 രൂപ അല്ലേ മെമ്പറെ? 1 ലക്ഷത്തിന് എന്താ മെമ്പറെ? 1 ലക്ഷത്തിന് 1000 രൂപ. 25 ലക്ഷം രൂപയുടെ വണ്ടി എടുക്കുന്നതിന് 25,000 രൂപ കൊടുക്കണം. ടാക്സ് കൊടുത്തിട്ടിട്. ഇവനെ പേടിക്കല്ലേ, അള്ളാഹുവിനെ പേടിക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ലൈവിൽ വല്ല കമന്റും വരുന്നോ നോക്കിക്കോ, എന്നെ വെച്ചേക്കത്തില്ലാതാ ഉള്ളത് പറഞ്ഞാൽ അതാ വിഷയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, അപ്പം നിങ്ങൾ ചോദിക്കും, നമുക്ക് എന്ത് നിയമങ്ങൾ, നമുക്കിങ്ങനെ ദീൻ കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റാൻ പറ്റും. നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ പല അതിൻ്റെതായ നിയമങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഠിക്കുക, അങ്ങനെ ആവശ്യമുള്ളവർ. നമുക്കത് ആവശ്യമില്ലല്ലോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞത്, ഹറാമായ സമ്പാദ്യം ഏത് വീട്ടിലുണ്ടോ കൊണ്ട് കളഞ്ഞേരെ. പുനരാവറാഞ്ച് കിട്ടും. ഒരാൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ച്, ഓണമൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓണബമ്പർ എത്ര? 1 കോടി രൂപ ലോട്ടറി എടുത്ത് അടിച്ചെന്ന് സങ്കല്പിക്കുക. എന്താ ചെയ്യുക ഈ പൈസ? 1 കോടി രൂപ ലോട്ടറി അടിച്ചു, എന്ത് ചെയ്യും? പാവത്തങ്ങ് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ പലിശ പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കൊണ്ടുപോയിട്ട് പള്ളി കൊടുക്കാൻ പറ്റുമോ? പാവം കൊടുക്കാൻ പറ്റുമോ? വല്ലവനെ കൂടെ തീറ്റിച്ചിട്ട് അതും കൂടെ അനുഭവിക്കണ്ടേ? അതാ പറഞ്ഞത്, പണം കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ മാറും. ഇപ്പോൾ 1 കോടി രൂപ എനിക്ക് അടിച്ചു കഴിഞ്ഞെന്ന് സങ്കല്പിക്കുക, ഉടനെ എന്തു പറയും?
പൈസ കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യാം, കളയാൻ പറ്റുമോ? എന്താനുസരണേ ഓടയെ കൊണ്ട് കത്തിച്ച് കളയാൻ പറ്റുമോ? അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം നിയമം മാറിക്കഴിഞ്ഞു. അപ്പം നിയമം മാറി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഹറാമായ സമ്പാദ്യം ഏത് വീട്ടിലുണ്ടോ സൂക്ഷിക്കുക സഹോദര, വെറുതെ നേരത്തെ പോകണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ പാടില്ല. ഇതാണ് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ ശരിയാണ്. ലൈവിൽ ആരെ ചോദിക്കുന്നു, ലോൺ എടുത്ത ബസ്സിൽ കയറാവോ? ബസ് ഓൻ്റെ അല്ലല്ലോ, അല്ലെൻ്റെ അല്ലേ? നീ ഫ്രീ ആയിട്ടല്ലല്ലോ കയറുന്നത്, പൈസ കൊടുത്തിട്ടല്ലേ കയറണത്. നമ്മളെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടാ. ഇനിയിപ്പോൾ വെയിലൂടെ ഞാൻ വഴുതിന് പോയപ്പോൾ എൻ്റെ വണ്ടി ഞാൻ സ്വന്തം ചിന്തിച്ചതുകൊണ്ടാണ്. ഉസ്താദ്മാരൊക്കെ ഇപ്പം അങ്ങനെ അധികമാരും അങ്ങനെ അതുമായി ബന്ധപ്പെടാറില്ല, ലോണുമായിട്ടൊക്കെ. എല്ലാം പാവപ്പെട്ടൊരു ചെറിയ കാര്യങ്ങൾ നോക്കി നടക്കാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. രണ്ടാമത്തെ പാപം എന്താ? ആയുസ് കുറച്ച് കളയുന്ന രണ്ടാമത്തെ പാപം വ്യഭിചാരമുള്ള മനുഷ്യൻ. ഏത് വീടിനകത്താണോ വ്യഭിചാരം നടക്കുന്നത് ഓൻ്റെ കാര്യത്തിലും തീരുമാനമാകും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ വിചാരിക്കും എന്താ ആമീൻ പറയാനൊരു മടി, എന്താ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ വ്യഭിചരിക്കാനൊന്നും പോകുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേ? അതായിരിക്കില്ലേ, ഞാൻ വ്യഭിചരിക്കാൻ പോകുന്നില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ ആമീൻ പറയുന്നത്? ആണിൻ്റെയും പെണ്ണിൻ്റെയും ഗുഹ്യഭാഗങ്ങൾ മാത്രം ചേരുന്നില്ല എന്നേ ഉള്ളൂ. കണ്ണുകൊണ്ട് ഒരുപാട് വ്യഭിചരിക്കണില്ലേ, ചെവി കൊണ്ട് വ്യഭിചരിക്കണില്ലേ, നാവ് കൊണ്ട് വ്യഭിചരിക്കണില്ലേ? അള്ളാഹു പുറത്തിരുമാറാകട്ടെ, അള്ളാഹു പുറത്തിരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ ചരിത്രം, ഈ കള്ള് കച്ചവടക്കാരൻ്റെയും ഈ കൊരങ്ങൻ്റെയും കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 ഗുണപാഠങ്ങൾ. ഒന്ന്, ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ അള്ളാഹു ചിലപ്പം മൃഗങ്ങളിലൂടെ അള്ളാഹുവിനെ തീരുമാനിക്കും. 2, ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല. 3, നിഷിദ്ധമായ സമ്പാദ്യം നിന്റെ 2 ലോകവും നശിപ്പിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. 3, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത സുബ്ഹി സുമ്മ അഖ്ബല അലന്നാസ് ഫഖാല ബൈന റജുലുൻ യസൂഖു ബഖറതൻ ഇദ് റഖിബഹാ ഫളറബഹാ فقالت إن لم نخلق لهذا إنما خلقنا للحرث فقال الناس سبحان الله بقرة تكلم فقال فإني أؤمن بهذا أنا وأبو بكر وعمر. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് തിരിഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സ്വഹാബത്തിന്റെ തിരിഞ്ഞിരുന്നിട്ട് പ്രവാചകൻ അവിടുന്ന് സ്വഹാബികളോട് പറയുകയാണ്, മുമ്പൊരു കാലത്ത് ഒരാള് പശുവിനെ തെളിച്ചുകൊണ്ട് നടന്നു പോകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് പശുവുമായിട്ട് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യന് പശുവിന്റെ മുകളിലേക്ക് കയറുകയാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന് പശുവായിട്ട് ഇങ്ങനെ നടന്നു പോകാം. അങ്ങനെ പോകുമ്പോ ഈ മനുഷ്യൻ പെട്ടെന്ന് പശുവിന്റെ മുകളിൽ കയറി. ചിലര് പോത്തിന്റെ മുകളിലൊക്കെ കയറുന്ന പോലെ പോത്തിനെ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് പോത്തിന്റെ മുകളിൽ കയറിയിരിക്കണ കാണാം. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ പശുവിന്റെ മുകളിലേക്ക് കയറി. ആ സമയത്ത് ആ മനുഷ്യന് പശുവിന്റെ മുകളിലേക്ക് കയറി ഇരിക്കുകയും പശുവിനെ പോകാൻ വേണ്ടിയിട്ട് അടിക്കുക, ആ പാപത്തിനിട്ട് അടിക്കുക. അങ്ങനെ ആ മനുഷ്യൻ ചെയ്യുമ്പോൾ ആ പശു തന്നെ ആ മനുഷ്യനോട് പറയുകയാ, അല്ലാഹു എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് സഞ്ചരിക്കാനല്ല. ആ പശു പറയുന്നു, എന്നെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ കയറ്റിയിരുത്തിയുണ്ട് നിനക്ക് യാത്ര ചെയ്യാനല്ല. അല്ലാഹു എന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കൃഷിയുടെ ആവശ്യമാണ്, കൃഷിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ അല്ലാഹു പശുവിനെ സൃഷ്ടിച്ചിരിക്കുന്നതല്ല, നിനക്ക് എൻ്റെ തോളിൽ കയറിയിരുന്ന് പോകാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ സഹാബത്ത് പള്ളിക്കിരുത്തിരുന്നവർ സുബ്ഹാനല്ലാഹ്, പശു സംസാരിക്കുവോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
സ്വഹാബികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ അല്ലാഹുവേ സഹാബത്ത് സുബ്ഹാനല്ലാഹ് പറയാ. കാരണം അത്ഭുതം, ഒരു പശു മനുഷ്യൻ സംസാരിക്കണ പോലെ മനുഷ്യനോട് പറയാ. സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, സഹാബത്ത് അവിടെ നിന്ന് പറയുന്നു പശു സംസാരിക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും അബൂബക്കറും ഉമറും ഈ സംഭവത്തിൽ വിശ്വസിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങൾ ഇത് പറയുക. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, പശു സംസാരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോ ആ സദസ്സിൽ അബൂബക്കർ തങ്ങളും ഇല്ല, ഉമർ തങ്ങളും ഇല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ടുപേരുമില്ല, എന്നിട്ടും പ്രവാചകൻ പറഞ്ഞു അവർ രണ്ടുപേരും വിശ്വസിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചരിത്രം പറയുന്നു, മറ്റൊരാൾ തൻ്റെ ആടുകളുമായി നടക്കുകയാണ്. അദ്ദേഹം തന്റെ നാടുകളുമായി നടക്കുമ്പോ ഒരു ചെന്നായ വന്നു അതിലൊന്നിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ആ മനുഷ്യനാ, നമ്മുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ആ പിടിച്ചുകൊണ്ടുപോകുന്ന ആടിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ചെന്നായിയുടെ പുറകെ ഓടുക, കല്ലുപറക്കി എറിയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആടിനെ രക്ഷപ്പെടുത്താൻ. ആ മനുഷ്യൻ ഇങ്ങനെ ഓടുമ്പോ അവസാനം ആ പട്ടി വായിൽ നിന്ന് ചെന്നായി തിരിച്ചു നിന്നിട്ട് ചോദിക്ക, അല്ലാഹ് എനിക്ക് തന്ന റിസ്ക് തട്ടിപ്പറിക്കാൻ വേണ്ടി നീ നടക്കുവാണോടാ, പോ. അപ്പോഴും സ്വഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഒരു നായി സംസാരിക്കോ? അപ്പോഴും നബി പറഞ്ഞു, ഞാനും അബൂബക്കറും ഉമറും ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം ബുഖാരിയിൽ കാണാൻ ഈ ഹദീസ് വെറുതെ പറഞ്ഞതല്ല. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്താണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കണം? നമുക്ക് ബോറടിക്കണണ്ട? എനിക്ക് ബോറടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, എങ്കിലും നമുക്ക് പഠിക്കാം. നിങ്ങൾ ചോദിച്ചിട്ടല്ലേ കഥ പറയണത്, 2 ആഴ്ചയായി, ഇന്നെങ്കിലും ഇത് പറഞ്ഞു തീർക്കണം. ഇനി ആരും ചോദിക്കരുത്. ഇതാ ഞാൻ പറയാത്ത. കുറേ നാൾ നിങ്ങൾക്കിത് കേൾക്കാൻ വേണ്ടി കൊതിയായിരുന്നു. കുഴപ്പമില്ല, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടേ കഥ കേട്ടിട്ട് അണ്ണ എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം പഠിച്ചവന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും വിമർശനങ്ങളോ നിഷേധങ്ങളോ ഇല്ലാതെ വിശ്വസിക്കുക. അതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിമർശനവുമില്ല, നിഷേധവുമില്ല. എന്ത് ചെയ്യണം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കണം. അബൂബക്കർ തങ്ങളും ഉമർ തങ്ങളും സദസ്സിലില്ല, എന്നിട്ടും പ്രവാചകൻ പറഞ്ഞു അവരും വിശ്വസിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട, അത് എത്ര അത്ഭുതകരമായ കാര്യമാണെങ്കിലും ഉൾക്കൊള്ളാൻ, നിന്റെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത, എന്തിന് ചിന്തിക്ക്, ഇസ്റാഉം മിഅ്റാജും മക്കയിൽ നിന്ന് ഫലസ്തീനിൽ വരെ എത്ര ദൂരം ഉണ്ടെന്നറിയും. അല്ലാഹു അല്ല, നമുക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രാവിലെ പറയാ, ഞാൻ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ നിന്ന് 7 ആകാശവും കടന്ന് അള്ളാഹുടെ അടുക്ക പോയി സ്വർഗവും നരകമൊക്കെ കണ്ടിട്ട് ഞാൻ വന്നതാ. കണ്ണീ കൂടെ പൊന്നീച്ച ഉറക്കണ പോലെ ഇരിക്കുക എല്ലാവരും. ആരാ വിശ്വസിക്കുക? നടക്കാത്ത കാര്യം. എങ്ങനെ പോയാലും എത്തൂല. ഞാൻ പറയുന്നു, ഇന്ന് രാത്രി വഴുത് പറഞ്ഞ് ഇവിടെ നിന്ന് പിരിയുന്നു, 11 മണിക്ക് ഞാൻ പിരിഞ്ഞു. ഞാൻ പറയാ, നാളെ സുബഹീര ഇവിടെ നിന്നിട്ട് ഞാൻ കാസർഗോഡ് വരെ പോയിട്ട് വന്നേന്ന് പറഞ്ഞാൽ ഉസ്താനെ റിലേ പോയി നിങ്ങൾ പറയും അല്ലേ? ഫ്ലൈറ്റിൽ പോകാൻ പറ്റൂ? ഇവിടെ നിന്ന് ഞാൻ കാസർഗോഡ് വരെ പോയിട്ട് 5 മണിക്കൂർ കൊണ്ട് പോയി തിരിച്ചു വരാൻ പറ്റുമോ? എങ്ങനെ പോയാലും പറ്റത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം റസൂലുള്ളാഹി തങ്ങൾ ഇത് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. പക്ഷേ നബി പറഞ്ഞാൽ നീ നിഷേധിക്കരുത്, അത്ഭുതമായി കാണരുത്, വിശ്വസിക്കണം. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ആ പശു സംസാരിച്ചെന്ന് പറഞ്ഞാൽ സംസാരിച്ചു, ആ നായി സംസാരിച്ചെന്ന് പറഞ്ഞാൽ സംസാരിച്ചു. നബിയാണോ പറയുന്നത്? വിശ്വസിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് പ്രവാചകൻ. അല്ലാതെ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ, ആ കിതാബിലുണ്ടോ ഈ കിതാബിലുണ്ടോ, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, 5 വഖത്ത് നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ വാർത്ത എന്ന് കണ്ട് നിങ്ങൾ ആലോചിക്കുക. അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ചോദിക്കാൻ നിൽക്കരുത്. അതുണ്ടോ ഇതുണ്ടോ, ചോദ്യങ്ങൾ എന്തിനാ? ചോദ്യങ്ങൾ ചോദിക്ക നല്ലതല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആവശ്യമുള്ളത് ചോദിക്കണം. എപ്പോൾ നോക്കിയാലും തർക്കം, എന്തു പറഞ്ഞാലും തർക്കം, എവിടെയും കാണും ചിലത്. എന്ത് പറഞ്ഞാലും കാണാം ഉടക്കാൻ. എന്നാൽ നല്ല കാര്യം പറയുമ്പോൾ ഓൻ്റെ നാവ് വർക്കത്തില്ല. ആവശ്യമില്ലാത്ത ഏത് വിഷയത്തിനും തർക്കം ഒരു വീട്ടിലുണ്ടാകാൻ പാടില്ല. ഏത് വീട്ടിലാണോ തർക്കമുള്ളത് അവിടെ നിന്ന് ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എപ്പോൾ നോക്കിയാലും തർക്കം, വാപ്പായും ഉമ്മായും കൂടപ്പുറത്ത കണ്ടതിനും പിടിച്ചതിനും മുഴുവനും തർക്കം തർക്കം തർക്കം. ഒരു വീട്ടിൽ തന്നെ കോൺഗ്രസ്സുകാരൻ കാണും, കമ്മ്യൂണിസ്റ്റുകാരൻ കാണും, പടച്ചവനെ ലീഗുകാരൻ കാണും, അടിയോടടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. ഒരു വീടിനകത്ത് തർക്കമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ആ വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല. ഈ കൂടപ്പുറപ്പുകൾ തമ്മിൽ അടിയും ബഹളമായിട്ട് കഴിയും, ഒരു വീടിനകത്ത് തന്നെ പിണങ്ങി കഴിയും, ഒരിക്കലും ആ വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കൂടപ്പുറപ്പുകളൊക്കെ പെണ്ണുങ്ങൾ വെളിയിൽ നിന്ന് വന്നതാ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പറയും, ഭാര്യമാര് വെളിയിൽ നിന്ന് വന്നതാ. അവർ പലതും പറയും, പക്ഷെ നമ്മൾ കൂടപ്പുറപ്പ. അള്ളാഹു ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. അവർ പലതും പറയും, ഈ ചെവിയെ കേൾക്കണം, ഈ ചെവിയെ കളഞ്ഞേക്കണം. പെണ്ണുമ്പുള്ള തന്നെ പറയണം, ഇതിനോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന്. അവർക്ക് തന്നെ മനസ്സിലാകണം പറഞ്ഞിട്ടൊരു കാര്യമില്ലാന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൂടപ്പുറപ്പുകൾ സ്വന്തം പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നിങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അള്ളാഹുരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മയ്ക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഈ ചരിത്രം പറയുന്ന ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇവര് രണ്ടുപേരും അവിടെ ഇല്ല, രണ്ടുപേരും സദസ്സിലില്ല. എന്നിട്ടും പ്രവാചകൻ പറഞ്ഞു, അവര് വിശ്വസിച്ചു. അവരുടെ ഗുണമെന്താ? അവരങ്ങനെ. മുത്തുനബി പറഞ്ഞാൽ പിന്നെ വേറെ ചർച്ചയില്ല. അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, അബൂബക്കറെ, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ഇസ്രാവും മിറാജൊക്കെ പോയിട്ട് വന്നെന്ന് പറയുക, നീ എന്തു പറയണു? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു നബി മുഹമ്മദ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അതാ മുത്തുനബി പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും വിശ്വസിക്കും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അവരില്ലെങ്കിലും പ്രവാചകൻ അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതുപോലെ ആയിരിക്കണം നമ്മൾ. നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ ആകണം. അല്ലാതെ അങ്ങനല്ല ഇങ്ങനെയില്ല, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് മറിച്ചേനെ, ഞാൻ എടുത്ത് പൊളിച്ചേനെ, എൻ്റെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3, അത് അവരുടെ ശ്രേഷ്ഠത. അബൂബക്കറും ഉമർ റളിയല്ലാഹു രണ്ടുപേരുടെയും ശ്രേഷ്ഠതയെക്കുറിച്ച് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. 4, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിന് ശേഷം ജനങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കുന്നത് ഇതിലൂടെ നല്ലതാ. മനസ്സിലാക്കണം അല്ലേ? അതാണ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തല്ലിങ്ങളൊക്കെ വരാറുണ്ട്. ചില മുത്തലിംകുട്ടികളൊക്കെ വന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റമദാൻ മാസത്തിലൊക്കെ 2 മിനിറ്റ് നസീഹത്ത്. നിസ്കാരം കഴിഞ്ഞാൽ 2 തറാവിയൊക്കെ കഴിഞ്ഞിട്ട് പറയത്തില്ലേ, ഒരു 2 മിനിറ്റ് ഇരിക്ക്. ഇത് വെറുതെ പറഞ്ഞതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞിരിക്ക്. അല്ല ഓടലല്ല, ഒക്കെ ഉണ്ടോന്ന് ചോദിക്കുന്നത് ചരിത്രമല്ലേ ഇത്. സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ഉപദേശം കൊടുക്കുമായിരുന്നു. അവിടെ നിന്തിന് സ്വപ്നത്തെ കുറിച്ച് ചോദിക്കുമായിരുന്നു, സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു, പ്രവാചകൻ വഹി വന്നത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂന്ന ഇതിന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. എത്രയോ ചരിത്രങ്ങൾ അറിയാം. പഠിച്ചവനെ, ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോ ജീവിതത്തിൽ നന്മകൾ ചെയ്യാത്തവനാണ്. മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കരിക്കണം, എന്റെ മയ്യത്ത് നിങ്ങൾ കത്തിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ ഭസ്മം എന്റെ മയ്യത്ത് കരിച്ചതിന് ശേഷം ആ ഭസ്മം എടുത്തു കൊണ്ടുപോയി കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ കലക്കി കളയണം, വെള്ളത്തിൽ നിങ്ങൾ ഒഴുക്കി കളയണം, കുറെ നിങ്ങൾ കാറ്റിൽ ഇങ്ങനെ പറത്തിക്കളയണം. മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? നിന്റെ മയ്യത്ത് കത്തിക്കാൻ പറഞ്ഞു, കുറച്ച് പാറ്റിൽ പറത്തിക്കളയാൻ പറഞ്ഞു, കുറച്ച് വെള്ളത്തിൽ ഒഴുക്കി കളയാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോ ജീവിതത്തിൽ നന്മ ചെയ്യാത്ത മനുഷ്യന്, ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, എനിക്ക് നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പേടിയാ അല്ലാ, എനിക്ക് പരലോകത്തെ കുറിച്ചുള്ള പേടിയാണ്. നിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് കാറ്റിൽ പറത്തിക്കളഞ്ഞാൽ, വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞാൽ ചിലപ്പറപ്പേ അതോടുകൂടി എല്ലാം തീർന്നു പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്.
എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ആ മനുഷ്യന് അല്ലാഹുവിനെ പേടിച്ചതിന്റെ പേരിൽ നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ എന്ന് പേടിച്ചതിന്റെ പേരിൽ അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കരിച്ചു കളഞ്ഞാൽ, വെള്ളത്തിലൊഴുക്കി കളഞ്ഞാൽ, പടച്ചവനെ കബറിന്റെ അകത്ത് കടന്ന് മണ്ണിനോടലിഞ്ഞു പോയാൽ, പടച്ചവനെ പതാ കടലിൽ എത്രയോ മയ്യത്തുകൾ വീഴുന്നുണ്ട്, മത്സ്യങ്ങൾ തിന്നുന്നുണ്ട്. എത്രയോ പേര്. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോ ഒരു സഹോദരന് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഒരാൾ കടലിൽ മീൻ പിടിക്കാൻ പോയതാ, ഇതുവരെ മയ്യത്തും കണ്ടിട്ടില്ല, ആളും വന്നിട്ടില്ല. അവരിങ്ങനെ ഒരാളിങ്ങനെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാളിങ്ങനെ ടാർപ്പ തലയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ആളെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. ഇടിയും മഴയായിരുന്നു. അപ്പൊ ടാർപ്പ തലയിൽ കൂടെ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പം ബോട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ടാർപ്പ തലയിൽ നോക്കിയപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരുന്ന ആളെ കാണുന്നില്ല. ആ മയ്യത്ത് ഞാൻ പോകുന്ന കാലം വരെ എത്രയോ വർഷമായി കിട്ടിയിട്ടില്ല. മയ്യത്തും മരിച്ചോന്നറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ സംഭവിച്ചു? പലരും കടലിൽ പോകുന്നു, മീനുകളൊക്കെ മനുഷ്യന്റെ മാംസങ്ങൾ തിന്ന് പലതും തിന്നു പോകുന്നു. ഇങ്ങനെയുള്ളവരെ ഈ നാളെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, നിന്റെ ദുആയ്ക്ക് ഉത്തരം വേണോ? നിന്റെ എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ വെറുതെ ചോദിച്ചാ പോരാ. 2 റക്അത്ത് നിസ്കരിക്ക്, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഈ എഴുന്നേറ്റ് വന്നവന്റെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന മനുഷ്യന്റെ നെറ്റിയിലും സുജൂദിന്റെ അടയാളമുണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം പഠിപ്പിക്കുന്ന 2 ഗുണം അല്ലാഹു പാഠം ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അടുത്ത ചരിത്രം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ അടുത്ത ചരിത്രം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന അടുത്ത ചരിത്രം എന്തെന്നറിയുമോ? കപ്പലിൽ മദ്യം വിറ്റിരുന്ന ഒരാളുണ്ടായിരുന്നു. കപ്പലിന്റെ അകത്ത് കള്ള് കച്ചവടം നടത്തുന്ന ഒരു കള്ള് കച്ചവടക്കാരൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനിങ്ങനെ മദ്യം വിൽക്കുകയാണ്. കള്ള് കച്ചവടം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ മദ്യത്തിന്റെ അകത്ത് വെള്ളം ചേർക്കുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്യായിരുന്നു? ഒരു പശു ഉണ്ട്, ആകെ കിട്ടുന്നത് ഒരു പാത്രം വെള്ളമാ, വല്ല പാല. അതിനകത്ത് മാക്സിമം വെള്ളം. വീട്ടിൽ കൊണ്ടുപോയി ചായ വെക്കുമ്പോ പിന്നെ വെള്ളം ഒഴിക്കണ്ട. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? ആരാ കബറുപാലി പഠിക്കുന്നവനോട് പശുവും പാലിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണെന്നറിയില്ല. എന്തേ അബൂബക്കറെ, നിങ്ങൾ പാലിനകത്ത് ഇത്തിരി കട്ടി കുറവുണ്ടല്ലോ, കടയിലൊക്കെ ഉണ്ടാവണം വെള്ളം ആവശ്യത്തിന്. ഇതാണ് ചരിത്രം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, മനോഹരമായ ചരിത്രമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉമ്മയും മകളും കൂടെ വലിയ ചർച്ച ചെയ്യാ. എന്ത് ചർച്ച? വെള്ളം കലക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചയാ. ആര് കാണാനാ? വെള്ളം കലക്കുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഉമ്മയും മകളും കൂടെ വലിയ വഴക്കാ. ഉമ്മ പറയാ, ചേർത്തോ, കുഴപ്പമൊന്നുമില്ല, ഉമർ ഇതൊന്നും അറിയത്തൊന്നുമില്ലല്ലോ. ആ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട്, ഉമർ അറിഞ്ഞില്ലെങ്കിലും അല്ലാഹ് അറിയുന്നുണ്ടല്ലോ ഉമ്മ. പടച്ച റബ്ബിന്റെ കണ്ണു വെട്ടിക്കാൻ പറ്റൂലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അടയാളം നോക്കി വെച്ചു. പോയി പിറ്റേ ദിവസം രാവിലെ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, മകളെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ടോ? ആർക്കാ? എൻ്റെ മോന്, മഹാനായ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ചോദിച്ചേ, രാജ്യത്തിന്റെ ഭരണാധികാരി രാത്രി വെള്ളം കലക്കുന്നതിനെ കുറിച്ച് ഉമ്മ മോളോട് പറഞ്ഞപ്പോ പറയാ, ഉമർ അറിയുന്നില്ലെങ്കിൽ അല്ലാഹ് അറിയുന്നുണ്ട് ഉമ്മ. യൂട്യൂബിലൊക്കെ കയറി ഒരു വീഡിയോ നോക്കിയാൽ കാണാം. ഒരു കാട്ടറബിയായൊരു മനുഷ്യൻ, ആടിനെ മിക്കുന്നൊരു മനുഷ്യന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഒരു വണ്ടിയിൽ സഞ്ചരിക്കുന്ന കുറെ ആൾക്കാർ അദ്ദേഹം ഇങ്ങനെ ആടുമായിട്ട് പോകുന്ന സമയം നിർത്തിയിട്ട് ചോദിച്ചു, ഒരെണ്ണത്തിന് തരുവോ? ഉമർതങ്ങളുടെ ചരിത്രം വേറെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്ക, ഒരു ആടിനെ തരുവോ? പറഞ്ഞു, ഞാൻ തരൂല. നല്ല പൈസ തരാം. ആരറിയാൻ? നിന്റെ യജമാനൻ അറിയത്തില്ലല്ലോ. ഒരെണ്ണം പോയാൽ പട്ടി പിടിച്ചെന്ന് പറഞ്ഞാൽ, നിന്റെ ചെന്നായ പിടിച്ചെന്ന് പറഞ്ഞാൽ നിന്റെ മുതലാളി അറിയില്ലല്ലോ. ഓൻ പറഞ്ഞ മറുപടി, അല്ലാഹ് അറിയുമല്ലോ എന്നാ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് വെള്ളം കലക്കുന്നവൻ എന്തോ അറിയാനാ, അല്ലേ?
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഓൻ കള്ള് കച്ചവടക്കാരനാട്ടാ. അന്നത്തെ കാലഘട്ടത്തിൽ കള്ള് കച്ചവടം, അന്ന് കള്ളുണ്ടായിരുന്നു, ഇന്നല്ലേ ഹറാമാക്കിയത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മനുഷ്യൻ ഇങ്ങനെ മദ്യത്തിൽ വെള്ളം ചേർത്തിരുന്നു വിറ്റിരുന്നത്, കച്ചവടം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുരങ്ങനുമുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാലരമയിലെ കഥയാണ്. ഞാൻ ആ കിതാബിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ കള്ള് കച്ചവടക്കാരൻ കപ്പലിൽ വെള്ളം ചേർത്തുകൊണ്ട് കപ്പലിനകത്ത് കള്ള് കൊടുക്കും. അപ്പൊ ഒരു കുരങ്ങനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഇങ്ങനെ പൈസക്ക് ഒരുപാടായി, കച്ചവടം നടത്തി വെള്ളം അപ്പം ലാഭമല്ലേ, ആദ്യം മാത്രമേ കൈവിറയ്ക്കൂ, പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഇങ്ങനെ വെള്ളം കൂട്ടി നല്ല കാശൊക്കെ ആയപ്പോൾ ഈ കുരങ്ങൻ എന്ത് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ പണക്കിഴിയെടുത്ത് കപ്പലിൻ്റെ പായ കെട്ടുന്ന വടിയുടെ മുകളിൽ കയറി. കപ്പൽ കാണാൻ ഇങ്ങനെ അന്നത്തെ കപ്പൽ ഇങ്ങനെ പാ കെട്ടുന്നൊരു ഏറ്റവും മുകളിൽ കയറിയിട്ട് ഈ പണക്കിഴിയുമായിട്ട് കുരങ്ങൻ മുകളിൽ കയറിയിരിക്കാം. എന്നിട്ട് എങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും? ഇയാൾ ആവണ പണിയൊക്കെ നോക്കുമ്പോൾ ഈ കുരങ്ങന്റെ പരിപാടി എന്താ? 1 ദിനാർ എടുത്തിട്ട് വെള്ളത്തിലിടും, 1 താഴെ ഇട്ട് കൊടുക്കും. അതിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് 1 ദിനാർ എടുത്ത് വെള്ളത്തിൽ കളയും, 1 താഴെ ഇട്ട് കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അങ്ങനെ പകുതി കടലിലും കളഞ്ഞു, പകുതി കപ്പലിനകത്ത് വിട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് പകുതി കിട്ടി, പകുതി പോയി. ഈ ഹദീസ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്നദ് അഹ്മദ് സിൽസിലത്തുൽ സഹീഹുൽ അൽബാനി എന്ന് പറയുന്ന കിതാബിൽ മഹാനവറുകൾ വിവരിച്ചു തരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമുക്ക് പഠിക്കാം എന്താണ് ഇതേക്കുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ കുരങ്ങന്റെയും ഈ കള്ളു കച്ചവടക്കാരന്റെയും ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കച്ചവടത്തിന്റെ കാലത്ത് മദ്യം നിഷിദ്ധമായിരുന്നില്ല, പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ കള്ളു കച്ചവടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ജായിസല്ല. ചോദിക്കാറുണ്ടല്ലോ പലരും, ഞാൻ കള്ളു കുടിക്കാറില്ല, പക്ഷെ കള്ളൊഴിക്കണ ബീവറേജിലെ ജോലി ഇല്ലേ, അവന്റെ അവസ്ഥ ആലോചിച്ചു. അല്ലാഹുവിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്കൊക്കെ ചില ഉപദേശങ്ങൾ കൊടുക്കും. മനുഷ്യനെ കൊണ്ട് പറഞ്ഞാൽ കൊടുക്കേക്കോ? കയ്യും കാലം പിടിച്ചുകൊണ്ട് വാപ്പായും ഉമ്മായും നാട്ടുകാരൊക്കെ എത്ര ഉപദേശിച്ചാലും ചിലര് നന്നാകില്ല. അപ്പൊ ജനങ്ങളെ പാഠം പഠിപ്പിക്കാൻ അള്ളാഹു ചില ജീവികളിൽ കൂടി ചിലത് നടപ്പാക്കി കാണിക്കുമെന്നാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാപ്പാ കുരങ്ങൻ മോളിൽ കയറി ഇരുന്നിട്ട് പകുതി വെള്ളത്തിൽ കളഞ്ഞത്? മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ എത്രയോ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൃഗങ്ങൾ സംസാരിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു കഴുതയുണ്ടായിരുന്നു. മുത്തുനബിക്ക് ആരെയെങ്കിലും വിളിക്കണമെന്ന് തോന്നിയ ആ കഴുതയോട് പറയും, ആ കഴുത വീടിന്റെ മുന്നിൽ പോയി നിൽക്കും. ആ കഴുത വീടിന്റെ മുന്നിൽ പോയി നിൽക്കും. അപ്പൊ വീട്ടുകാർക്ക് അറിയാം നബി വിളിക്കുന്നെന്ന്, ഇനി വരും. എത്രയോ മൃഗങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ച ചരിത്രമറിയാം. നിങ്ങൾ എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ചരിത്രങ്ങൾ, ബല്ലാഗ് ഇബ്നു ബാവൂറയുടെയൊക്കെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. അദ്ദേഹത്തോട് പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ കഴുത പറഞ്ഞു, എടാ നീ അള്ളാഹിനോടാ കളിക്കണേ, നീ അള്ളാഹുവിനോടാ. മൂസാ നബി അലൈഹിസ്സലാമിന് എതിരായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ചരിത്രമാണ്. പട്ടിയെ പോലെ ചത്തുപോയൊരു മനുഷ്യന്റെ ചരിത്രം ഖുർആൻ പറയുക. ആ ബല്ലാഗ് ഇബ്നു ബാവൂറ എന്ന് പറയുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അറിയുന്ന മനുഷ്യൻ, അർശ് നോക്കിയിട്ട്, ആകാശത്തിരിക്കുന്ന റബ്ബിന്റെ അർശ് നോക്കിയിട്ട് കിതാബ് എടുത്ത മഹാനാണ്. ആ മനുഷ്യൻ ദുആ ചെയ്താൽ ആ സമയത്ത് അള്ളാഹു സ്വീകരിക്കും. ആ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിന് എതിരായിട്ട് ദുആ ചെയ്തപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കഴുത വരെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പ്രവാചകനെതിരെയാ ദുആ ചെയ്യണേ. ആ കഴുത പോലും പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുമ്പോൾ അവരുടെ കൂടെ പോയിരുന്ന നായി സംസാരിച്ച ചരിത്രം ഉണ്ടല്ലോ. ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ. അള്ളാഹു കഹ്ഫോദിയർക്ക് അള്ളാഹു കാവൽ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നാം പഠിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ മൃഗങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പാഠം പഠിപ്പിക്കും, കണ്ടു പഠിക്കെന്ന് പറഞ്ഞു. അതാണല്ലോ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കബറടക്കണമെന്ന് പഠിപ്പിച്ചതാരാ? വെടികൊണ്ടതുപോലെ ആരാ പഠിപ്പിച്ചേ? മയ്യത്ത് കബറടക്കണമെന്ന് പഠിപ്പിച്ച ആരാ?
കാക്ക ഏത് കാക്ക? കാക്ക അബൂബക്കറാക്ക അല്ലേ? കാക്കയല്ലേ പഠിപ്പിച്ചേ? ആദം നബി അലൈഹിസ്സലാമിന്റെ മകൻ ഒരു മകനെ കൊന്നപ്പോ ഇതെന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പോഴിങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ചത്തുപോയൊരു കാക്കയെ മറ്റൊരു കാക്ക കബറടക്കുന്നത് കണ്ടത്. അതുകൊണ്ടല്ലേ പഠിച്ചത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് പല സംഭവങ്ങളും അള്ളാഹു മൃഗങ്ങളിലൂടെ കാണിച്ചു തരും. നമ്മളെ പഠിക്കാൻ, നമ്മളെ പഠിപ്പിക്കാൻ, അള്ളാഹു നമ്മളെ പഠിപ്പിക്കാൻ. നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ട്. ഇന്ന് ഞാനിന്ന് പത്രത്തിൽ വാർത്തയിൽ കണ്ടു, തിമിംഗലത്തിന്റെ തിരുവനന്തപുരത്ത് ഇപ്പൊ കടലിൽ കൂടെ വലിയ തിമിംഗലം പോകുന്നതിന്റെ ശബ്ദരേഖകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. വലിയ മീൻ, എന്താ ഇത്രയും നീളമുള്ള മീനുകളൊക്കെ അല്ലേ? എന്തേ പഠിക്കാത്ത മനുഷ്യൻ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചരിത്രം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല എന്നാണ്. ചതിയും വഞ്ചനയും കാണിക്കരുത്. എടാ കള്ളു കൊടുക്കണോ? നീ കള്ളിനകത്ത് എന്തിനാ വെള്ളം ചേർത്തെ? പാല് കച്ചവടം നടത്തുന്നവൻ അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമല്ലോ. അല്ലല്ലേ പാല് കച്ചവടം നല്ല കച്ചവടം, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അല്ലേ? പാല് കച്ചവടം നല്ലല്ലേ? എത്രയോ പേര് നമുക്കറിയണത് പാല് കച്ചവടം നടത്തി നല്ല നിലയിലായവരുണ്ട്. പാൽപാത്രത്തിനകത്ത് എന്തോ ഒരു ജീവി ഇട്ട് കഴിഞ്ഞാൽ പാലിന് നല്ല കട്ടി കിട്ടും. എന്താ? ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരാൾ പാലുമായിട്ട് വരും. ഈ ബൈക്ക് MATയുടെ പുറകിൽ മറ്റൊരു തുറക്കണ പാത്രം ഉണ്ടല്ലോ, ആ പാലുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാലിന് ഭയങ്കര കട്ടിയാണ്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്ന. ഒരു ദിവസം ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ വണ്ടി മറിഞ്ഞു, അങ്ങനെ പാല് മൊത്തം റോഡിൽ വീണു. അപ്പോൾ നോക്കുമ്പോഴാ മണ്ണിര. അത് പറയാൻ പാടില്ല, ഇനി വേറെ ആരെങ്കിലും ഈ പണി തുടങ്ങിയാലും അതുകൊണ്ടാ. പലനാൾ കള്ളൻ. അതായത് ചതിയും വഞ്ചന എന്തിനാ ഇപ്പോൾ കാണിക്കുക? ഇതെല്ലാം കാണിക്കുന്നു. അല്ലാഹു അഅലം. ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിച്ചടിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് വല്ല അറിയാവോ? മന്തി ബിരിയാണി, മന്തി ബിരിയാണി, മന്തി ബിരിയാണി. മന്തി ബിരിയാണിക്കകത്തുള്ളത് എന്താപ്പാ? ആലോചിക്കുക. നമ്മൾ ഓരോ മനുഷ്യനും നല്ല കൊല ചെയ്യുന്നവരുണ്ട്, പൊടിയും മറ്റുള്ളതും കലർത്താത്തവരുണ്ട്. പക്ഷെ പലരെന്ത് ചെയ്യാ? പൊരിക്കണ എണ്ണ, സുബ്ഹാനല്ലാഹ്, എത്ര നാളത്തെ എണ്ണയാണ് ആലോചിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ചട്ടിയിൽ നിന്ന് എണ്ണ എടുത്ത് കളയണില്ല, പിന്നെയും പിന്നെയും നിറച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇങ്ങനെ കൂരണത്. കച്ചവടക്കാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചതിയും വഞ്ചനയും കാണിക്കാൻ പാടില്ല. ചതിയും വഞ്ചനയൊക്കെ കാണിച്ചാൽ നാളെ പരലോകത്ത് വരുമ്പോൾ ചതിയനെ കാണുമ്പോൾ അറിയാന്ന്. അവൻ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ മലദ്വാരത്തിൽ കൊടി കുത്തിവെക്കും. അവൻ സാധാരണ ആളല്ലല്ലോ, VIP അല്ലേ. ചതിയും വഞ്ചനയും കാണിച്ചവൻ നാളെ പരലോകത്ത് വരുമ്പോൾ നടക്കാൻ പറ്റൂല, ഇങ്ങനെ എഴയ്യ. കാരണം അവൻ്റെ മലദ്വാരത്തിൽ വലിയ കൊടി ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടാകും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരാ നബിയെ? ചതിയന്മാരാണെന്ന് നബിയനാ റസൂലുള്ളാഹി. അപ്പൊ ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുന്ന. അള്ളാഹു കാക്കുമാറാകട്ടെ. ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടും. എവറസ്റ്റ് പോലും തോറ്റുപോകും നമ്മുടെയൊക്കെ കൊടിയുടെ മുന്നിൽ. അള്ളാഹു കാക്കട്ടെ. നമ്മുടെ കൊടിക്ക് ഇത്തിരി നീളം കൂടുതലായിരിക്കും. കാരണം എന്തേ? അത് നമ്മുടെ അവസ്ഥ. ചതിയും വഞ്ചനയും അള്ളാഹു കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് ഈ ചരിത്രം, ഈ കുരങ്ങനിലൂടെ നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ പാഠം, നിഷിദ്ധമായ സമ്പാദ്യം രണ്ട് ലോകത്തും നിനക്ക് പ്രയോജനം ചെയ്യില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഹറാമായ വഴിയിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഒരിക്കലും ഈ ദുനിയാവിലും നിനക്കതുകൊണ്ട് ഉപകാരമില്ല, ആഖിറത്തിലും ഉപകാരമില്ല. നമ്മൾ വിചാരിക്കുന്നത് പലിശയാണെങ്കിലും പിടിച്ചുപറിച്ചതാണെങ്കിലും കള്ളത്തരം കാണിച്ചതാണെങ്കിലും ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചതാണെങ്കിലും പണം വേണം, പണം വേണം, പണം വേണം, പണം കൂട്ടണം. ഈ ഒരു ആഗ്രഹത്തോടുകൂടി എല്ലാവരും വാരിക്കൂട്ടാറുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോ ഹറാമായ വഴിയിലൂടെ, നിഷിദ്ധമായ വഴിയിലൂടെ സമ്പാദിക്കുന്നവര് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,